യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നമുക്കറിയാം, CPM-ൻ്റെ ശൈലി അറിയാത്തവരല്ലോ നമ്മളാരും. CPM-ൽ ഗവൺമെൻറ് അറിയാതെ, പാർട്ടി അറിയാതെ, ദേവസ്വം ബോർഡല്ല ഏത് പൊന്നുതമ്പുരാൻ വിചാരിച്ചാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? ശബരിമലയെ സാമ്പത്തിക സ്രോതസ്സാക്കാൻ ശ്രമിച്ച സർക്കാരിൻ്റെ നടപടി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊന്ന്, കഴിഞ്ഞ ദേവസ്വം ബോർഡ് കുറ്റക്കാരാണെങ്കിൽ അതേ സ്വർണ്ണപ്പാളിയും അതേ തകിടും കൊടുത്തയച്ച ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്വമില്ലേ? പഴയ ദേവസ്വം ബോർഡിന് ഇതെല്ലാം ബാധകമാകുമെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇതൊന്നും ബാധകമല്ലേ? അവർക്കും ബാധകമാണല്ലോ. പക്ഷേ അവരും കൊടുത്തു വിട്ടല്ലോ, ഇതേ പോറ്റിക്ക് അവരും കൊടുത്തു വിട്ടല്ലോ. അപ്പോൾ അവരെ വെള്ളപൂശാനുള്ള ശ്രമം, ഇതിനകത്തുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ വെള്ളപൂശാനുള്ള ശ്രമം, ഇതൊന്നും ശരിയായ രീതിയിലല്ല. അയ്യപ്പൻ്റെ മുതൽ കെട്ടവർക്ക് ആരായാലും അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നത് വരെയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ല, അത് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് ഇതാണ്. അവരാദ്യം കുറേ ഉദ്യോഗസ്ഥന്മാർ, അപ്പോൾ വ്യാപകമായ ആക്ഷേപം വന്നു. ഇപ്പോൾ ബോർഡ് എന്തെന്ന് പറയുന്നു. എന്തായാലും ഇതിനകത്ത് വസ്തുനിഷ്ഠമായിട്ടൊരു അന്വേഷണം വേണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ളൊരു ഏജൻസി അന്വേഷിച്ചാലേ പറ്റുള്ളൂ. കോർട്ട് മോണിറ്ററുടെ അന്വേഷണം നടത്തിയാലേ നടക്കുള്ളൂ. ഇത് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഉറപ്പായിട്ടുണ്ടാവുന്നത് CPM-ൻ്റെ ശൈലി അറിയാത്തവർ നമുക്കറിയാത്തതാണോ? CPM-ന് അതും 2019 നടന്ന കാര്യമല്ലേ, 25-ലല്ലേ നമ്മൾ നിൽക്കുന്നത്. ഇത്രയും കാലമായിട്ട് പാർട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ, ഇത്രയും കാലമായിട്ട് ഗവൺമെൻറ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല പറയാൻ, മന്ത്രിമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ. നമ്മൾ കണ്ടതല്ലേ മന്ത്രിക്കിടതിനകത്തുള്ള മന്ത്രിമാരുമായിട്ടുള്ളവരുടെയൊക്കെ ബന്ധങ്ങൾ. എന്നിട്ടിപ്പോൾ സത്യത്തിൽ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലിയറായിട്ടും യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണം പോകണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. എന്തുകൊണ്ടാണ് നാഴികയ്ക്ക് 40 വട്ടം ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചു നടക്കുന്ന അവർ ഈ കാര്യത്തിൽ മുന്നിൽ വരാത്തത്? ആരാണ് അവരെ തടസ്സപ്പെടുത്തുന്നത്? ഈ ചോദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ചോദ്യമാണ്. ആ ഉത്തരം അവർ പറയും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല.